എൻ്റെ മകൾ ഇപ്പോൾ LKG ചേർന്നു. അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എനിക്കറിയാം. LKG ചേരാൻ പോയ സമയം അല്ലെങ്കിൽ ചേർക്കുന്ന സമയമൊക്കെ ഈ ഒരു കുട്ടി ഇപ്പോൾ ഒരു പക്ഷേ UKG അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠനം ആണ് എന്ന് വിശ്വസിക്കുന്നു. അതിലാണ് എൻ്റെ സന്തോഷം. കാരണം വെച്ചാൽ ഇപ്പം 2 മക്കൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാത്തൊരു മകൾ അല്ലെങ്കിൽ മകൻ എൻ്റെ ഒരു സ്റ്റെം സെല്ലിലൂടെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിക്ക് ജീവൻ, പൊതുജീവൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എന്നുള്ളതാണ്. കോഴിക്കോട് മന്തങ്കാവ് സ്വദേശിയായ സജിന്റെ രക്തമൂലകോശം പേരും നാടുമറിയാത്തൊരു കുഞ്ഞിനെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പേരാമ്പ്ര ഫെസ്റ്റിലുണ്ടായിരുന്ന ഒരു രജിസ്ട്രേഷൻ ക്യാമ്പ് കഥ തുടങ്ങുന്നത് അവിടെ. രജിസ്റ്റർ ചെയ്ത് 2 വർഷമിപ്പുറമാണ് സജിന് സന്ദേശം ലഭിച്ചത്. രക്തമൂലകോശം അർബുദബാധിതയായ കുട്ടിക്ക് യോജിച്ചതാണ്. ദാനം ചെയ്തു. 10 ലക്ഷത്തിൽ ഒരാളുടെ സാമ്പിളാണ് മറ്റൊരാൾക്ക് യോജിച്ചു വരിക. ഈ രക്തജന്യ രോഗത്തിന്റെ അവസാനത്തെ ശ്രമം എന്നാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. ഈ രക്തമൂലകോശം എന്ന് പറയുന്നത് ഇതുകൂടെയുള്ളൂ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഡോണർ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കാൻ ആവശ്യമായ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അധികം നാൾ മുന്നോട്ട് പോകാനാവില്ല. യെസ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആ കുട്ടിക്ക് പോകും. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നോ എന്നുള്ള വാക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ ഞാൻ വരാൻ തയ്യാറാണ്. അപ്പോൾ ആ ലോക്ക്ഡൗൺ സമയത്ത് മറ്റുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്തു കുറച്ച് എടുത്തു. കാരണം വെച്ചാൽ എനിക്ക് അഥവാ കോവിഡോ മറ്റോ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് പൊതുവായ പല പരിപാടികൾ മാറ്റിവെച്ചു. ഞാൻ എന്ത് ചെയ്തു, ഇതിനു വേണ്ടി മുൻനിർത്തി കൊടുത്തു. രക്തമൂലകോശം ദാനം ചെയ്തവരും സന്നദ്ധരുമായ അനവധി പേർ നമുക്കിടയിലുണ്ട്. നമ്മളെല്ലാവർക്കും മാതൃകയാവണം അവർ. കാരണം രക്താർബുദം പോലുള്ള രോഗങ്ങളെ അതിജീവിക്കാൻ അവസാന പ്രതീക്ഷയാണ് രക്തമൂലകോശദാനം. യോജിച്ച ദാതാവിനെ തേടി കാത്തിരിക്കുന്നത് ആയിരങ്ങളാണ്. രജിസ്റ്റർ ചെയ്ത പല ആൾക്കാർ പോലും മാച്ചായാലും ഇതിനകത്തുനിന്ന് പിന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവരുടെ പൂർണ്ണമായ അറിവില്ലായ്മ കൊണ്ട് പിന്നോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരാൾ പിന്നോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ജീവിതമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് മരണപ്പെടുന്നത്. കാരണം നമ്മളൊരാളെ മാച്ചായി കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ഒരു പ്രശ്നമില്ല, ആ കുടുംബത്തിൽ. കാരണം വെച്ചാൽ കൂടുതൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ അസുഖങ്ങൾ വരുന്നത്, രക്തജന്യ രോഗങ്ങൾ അധികം വരുന്നത്. ആ കുട്ടിയുടെ ആരോഗ്യമാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മുൻനിർത്തി കാണേണ്ടത്. ഞാൻ മെക്കാനിക്കായിരുന്നു ആ സമയത്ത്. തലേ ദിവസം വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വന്ന് ഡൊണേറ്റ് ചെയ്ത് വന്നു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. സൺഡേ ആയിരുന്നു, അങ്ങനെ എന്തോ ആണ്. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ജോൺ ടി കെയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.